പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ കുമാർ സാനി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. മായാദർപ്പൺ, ഖയാൽ ഗാഥ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുണ്ട്. ബിജു മുത്തത്തി ഇപ്പോൾ എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിജു, പ്രത്യേകിച്ച് സമാന്തര സിനിമകളുടെ വക്താവായി രാജ്യമെങ്ങും അറിയപ്പെടുന്ന ഒരു സംവിധായകന്റെ വിയോഗമാണ്. അത്രത്തോളം വലിയ സംഭാവനകൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നൽകിയിട്ടുള്ള ഒരു വലിയ സംവിധായകന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ തേടിയെത്തുന്നത്. ശരിയാണ് കാവ്യ. ഇന്ത്യയിലെ ഏറ്റവും മുൻനിര സിനിമാ സംവിധായകരിലും തിരക്കഥാകൃത്തിലും ഒരാളാണ് കുമാർ സാനി. ഇന്ത്യൻ സമാന്തര സിനിമയുടെ സാരഥിമാരിൽ ഒരാൾ എന്ന്, ശക്തരായ സാരഥിമാരിൽ ഒരാൾ എന്ന് നമുക്ക് കുമാർ സാനിയെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ സിനിമകൾ പരീക്ഷണ രാഷ്ട്രീയ സിനിമകളായും അറിയപ്പെടുന്നു. ലോകമെമ്പാടും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സിനിമ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക ലോകവുമായും വളരെ അടുത്ത സൗഹൃദം പുലർത്തിയ സംവിധായകനാണ് അദ്ദേഹം. 2018 എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. ആ വർഷത്തെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാനായിരുന്നു കുമാർ സാനി. നമുക്കറിയാം, ഇന്ത്യയിൽ സമാന്തര സിനിമ, ഇന്ത്യൻ സിനിമ തന്നെ അതിന്റെ അസ്തിത്വം അടയാളപ്പെടുത്തിയത് സത്യജിത് റായ്, ഋത്വിക് ഘട്ടക്, മൃണാൾ സെൻ എന്നീ ചലച്ചിത്ര ത്രയങ്ങളിലൂടെയാണ് ഇന്ത്യൻ സിനിമ അതിന്റെ അസ്തിത്വം അടയാളപ്പെടുത്തിയത്. അതിൽ ഋത്വിക് ഘട്ടക്കിന്റെ ശിഷ്യനായിട്ടാണ് കുമാർ സാനി അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ അവിടെ അധ്യാപകനായിരുന്നു ഘട്ടക്കിന്റെ ശിഷ്യനായും ഘട്ടക്കിന്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മണി കൗളും അതുപോലെ കുമാർ സാനി. ഇന്ത്യയിലെ സമാന്തര സിനിമയിലെ രണ്ട് അതിശക്തരായ സാരഥിമാരിൽ ഒരാളാണ് കുമാർ സാനി. ശരി, ബിജു മുത്തത്തിയാണ് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.